നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗയാത്ര ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ട് 5 മണിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 6-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയുടെ ഭാഗമായി 121 പൊതുസമ്മേളനങ്ങളാണ് നടന്നത്. വിവരങ്ങളുമായി മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് അങ്ങനെ പൊതുയുഗ യാത്ര അതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ആ സമാപന വേദിയിൽ ചില സർപ്രൈസുകൾ, ചില വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കൂടിയുണ്ടോ? ഉന്മേഷ്, ക്രിസ്റ്റീന, പ്രതിപക്ഷ നേതാവ് അവസാന ഘട്ടവും പ്രതികരിക്കുന്നത് ഈ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളന വേദിയിൽ ഒരു സർപ്രൈസ് ഉണ്ടാകും, അതിനെ കാത്തിരിക്കണമെന്ന് തന്നെയാണ്. എന്തായാലും 1 മാസത്തിലധികം നീണ്ടുനിന്ന യാത്രയ്ക്കാണ് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപനമാകുന്നത്. അതിൽ 4 മണിയോടുകൂടി, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് നിന്നായിരിക്കും അവസാന ജാഥ തുടങ്ങുക. അതിനുശേഷം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്തെത്തും. പിന്നീട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിൽ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ UDF-ഉം പ്രതിപക്ഷ നേതാവും പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും ഈ സമാപന സമ്മേളനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രചരണ ജാഥയിലും അതുപോലെ തന്നെ സമ്മേളനങ്ങളിലൊക്കെ നിരവധി സംവാദങ്ങളും അതുപോലെ തന്നെ പല കോൺക്ലേവുകളും സംഘടിപ്പിച്ചു. അങ്ങനെ പല വിധത്തിലും സംവാദവേദിയായി കൂടി പുതുയുഗ യാത്രയെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF ക്യാമ്പും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹാരം നിർദ്ദേശിക്കാനും സംഘടിപ്പിച്ചിരുന്ന ഹെൽത്ത് കോൺക്ലേവ്, അതുപോലെ തന്നെ ബിസിനസ് കോൺക്ലേവ്, അങ്ങനെ അതിന്റെ പ്രകാശനം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് സമാപന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെയാണ് രാഹുൽ ഗാന്ധി തെക്കൻ കേരളത്തിൽ എത്തുന്നത്. അതിനുശേഷമുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗവും ഇന്ന് സമാപന വേദിയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 121 സമ്മേളനങ്ങളാണ് ഈ 1 മാസ കാലയളവിൽ പുതുയുഗ യാത്രയുടെ ഭാഗമായി ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു സമാപനം, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക അടക്കം ഉടൻ ഉണ്ടാകും. അതിന് മുന്നോടിയായുള്ള പ്രചരണങ്ങളുടെ തുടക്കം കൂടിയാണ് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.